ഹലോ, വെൽക്കം ടു ഗോബൂസ് വേൾഡ്. ഗോബൂസ് വേൾഡിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ആറ്റിൻകരയിലേക്കൊന്ന് വന്നതാ. ഇവിടെ എന്തൊക്കെ കാഴ്ചകളാണുള്ളതെന്നൊന്ന് കാണണ്ടേ. ഞാൻ ദൂരെ നിന്നേ ഈ ആറ് കണ്ടിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഈ അടുത്ത് വന്നൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ മീൻ പിടിക്കുന്ന കൊട്ടവഞ്ചിയായിട്ട് കുറേ പേര് വന്നിട്ടുണ്ട്. അവരവിടെ ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അവർ ഞങ്ങൾക്ക് മീൻ പിടിച്ചുകൊണ്ട് തരുന്നത്. എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ? ഇല്ലെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. ഇവർ നാടൻ രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്നവരാ. കണ്ടോ, അവർ തന്നെ ഉണ്ടാക്കിയ കൊട്ടവഞ്ചിയാണ് അത്. മുളയൊക്കെ കീറി അവരവിടെ നിന്ന് ഉണ്ടാക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ദൂരെയായിട്ട് നമുക്ക് കറക്റ്റായിട്ട് കാണത്തില്ല. ആറ്റിറമ്പിൽ കൂടെ ഞാനിങ്ങനെ നടക്കുക. ഇവിടെ ഒരുപാട് മരങ്ങളൊക്കെ ഇങ്ങനെ ആറ്റിലേക്ക് ചാഞ്ഞ് നിൽപ്പുണ്ട്. ഈ കാണുന്ന ഭാഗമല്ലേ ഈ മരങ്ങളൊക്കെ. ഈ മരങ്ങളെല്ലാം മുങ്ങിപ്പോകുന്ന അത്രയും വെള്ളം ഇവിടെ ഉള്ളതാണ് മഴക്കാലത്ത്. ഇപ്പം ഇല്ല, ഇപ്പം മൊത്തം വറ്റി കിടക്കുക. ആറ്റിൻ്റെ നടുക്ക് മാത്രമേ വെള്ളമുള്ളൂ. കണ്ടോ, ഇതിലൊക്കെ കരിയിലേക്ക് ഇരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ വന്നപ്പം ഇരിക്കുന്നതാണ്. ഇത് കണ്ടോ, ഈ ചെടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല ഭംഗിയുണ്ടല്ലേ, ഒരു ഇളം റോസ് പോലത്തെ ഒരു കളർ. കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. ഒരുപാട് ഇവിടെ പൂത്ത് നിൽപ്പുണ്ട്. കണ്ടോ, കുഞ്ഞു മുട്ട് പോലെയാണ് അതിൻ്റെ പൂ ഇരിക്കുന്നത്. ഈ വെള്ളമയമുള്ള സ്ഥലത്തെ ഇതൊക്കെ പിടിക്കുകയുള്ളൂ അല്ലേ. എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട്, ഒത്തിരി ഉണ്ട്. ഒരു കൊച്ച് വഞ്ചിയായിട്ട് വരുന്നുണ്ടോ. അതിൻ്റെ വല്യമ്മച്ചിയെ മീൻ വിറ്റിട്ട് തിരിച്ച് കരയിൽ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ അവിടെ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ വരുന്നതാണ്. പിന്നെ ഇത് കയറ്റി വല്യമ്മച്ചി അങ്ങ് കൊണ്ടുപോകും. ഇടയ്ക്ക് അവൻ ചോദിക്കുന്നുണ്ട് ബിസ്ക്കറ്റ് വാങ്ങിച്ചോ എന്നൊക്കെ. മലയാളത്തിലല്ല, കന്നഡയിലായതുകൊണ്ട്. എന്നാലും ബിസ്ക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അവന് പലഹാരം കൊണ്ടുവന്നോ എന്നറിഞ്ഞാൽ മതി. ആ ചേച്ചി കയറി പോവുക. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിലൊന്ന് കയറി ഇരുന്ന് തുഴയണമെന്ന്. പക്ഷേ അവരോട് ചോദിക്കാൻ മടിയായതുകൊണ്ട് ചോദിച്ചില്ല. അവരങ്ങ് ദൂരേക്ക് പോകുന്നു. ഈ ചേച്ചിയോടായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ദിവസം മീൻ പറഞ്ഞു വിട്ട് കൊണ്ടുവന്നത്. നിങ്ങൾ കണ്ടില്ലായിരുന്നോ? അത് ഈ ചേച്ചിയായിരുന്നു. അവരങ്ങ് പോയി. ഇവർ വന്നുകൊണ്ടാന്ന് തോന്നുന്നു ആ തെങ്ങുംതോപ്പിലൊന്നും ഇപ്പം മയിലുകൾ വരുന്നില്ല. ഇല്ലെങ്കിൽ അവരവിടെ തെങ്ങുംതോപ്പിൽ വന്നിരുന്ന് കാർന്നൊക്കെ കേൾക്കാറുണ്ടേ. പിന്നെ വെള്ളം കുടിക്കാനൊക്കെ ഈ മണൽത്തിട്ടേ വരുന്നതായിരുന്നു. ഇപ്പം ഇല്ല. ഇവർ 5-6 ദിവസം കഴിയുമ്പം പോവും. അപ്പം പിന്നെയും വരുമായിരിക്കും. നല്ല ഉരുളൻകല്ലുകൾ കിടക്കുന്നു. ആരോ ഇവിടെ തുണി അലക്കുന്നതാന്ന് തോന്നുന്നു. നല്ലൊരു കല്ലൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട്. കണ്ടോ, കുഞ്ഞു കുഞ്ഞു ഉരുളൻകല്ലുകളാണ് വെള്ളത്തിൽ കിടക്കുന്നത്. ആകാശത്തിൻ്റെ പ്രതിബിംബം കണ്ടിട്ട് അത് ആകാശമാണോ വെള്ളം അവിടെ ഉണ്ടോയെന്ന് തന്നെ എനിക്ക് സംശയം. ഞാനൊന്ന് വെള്ളത്തിൽ കാലിട്ട് നോക്കിയത്. അപ്പം മനസ്സിലായി വെള്ളം തന്നെയാണ്. ഇച്ചൂടെ അങ്ങോട്ട് ഇറങ്ങിയിരുന്ന മുങ്ങിച്ചത്തുപോയേനെ. അവിടെ നല്ല ആഴമുള്ള ഏറിയ ഇച്ചൂടെ അപ്പുറോട്ട് ഉണ്ട്. അതിൻ്റെ സൈഡിലൊക്കെ പോതകളൊക്കെ നിൽക്കുന്നത്. ഒരു പോതപ്പൂ ഞാനങ്ങ് പറിച്ച്. ഹായ് അപ്പൂപ്പൻ താടി. നല്ല ഭംഗിയുണ്ടല്ലേ പറന്നു പോകുന്നതാണ്. കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഇവിടെ ഉണ്ട്. വാഴയ്ക്ക വരച്ചില്ലേ? നടക്കുന്നു, കുറേ ഉണ്ട് കണ്ടോ. പിന്നെ നെറ്റിയപ്പൊട്ടനുണ്ട്, അല്ലാത്ത എന്തൊക്കെയോ മീനുകളുണ്ട്.
നമ്മുടെ കമ്മൽ ചെടി. അപ്പം ആദ്യം ചോദിച്ച സാധനം നല്ല കളറാ പൂവിനല്ലേ. ഇനി ആറ്റിൻകരയിൽ നിന്നെടുത്ത കുറച്ച് നല്ല പിക്സ് കാണിച്ചു തരാം. നല്ല വെള്ളി കളർ മേഘങ്ങളല്ലേ, നോക്കൂ എന്ത് ഭംഗിയാണ്. അടുത്തൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടുന്നവരെ ബൈ.